ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2-ന്റെ മാത്സ് ആൻഡ് റീസണിങ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കുറച്ചും താമസിച്ചു പോയെന്ന് അറിയാം, എങ്കിലും ഇനി വരുന്ന പരീക്ഷ നമുക്കറിയാം, ഈ ശനിയാഴ്ച പരീക്ഷ നടക്കാൻ പോവാണ്. വരുന്ന പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷ എഴുതിയതിൽ സൊല്യൂഷൻസ് കറക്റ്റായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടാനും ഒക്കെ തന്നെ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പം എന്താണെങ്കിലും എല്ലാ ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, നമ്മൾ ഏത് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും കിട്ടുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക. നമ്മൾ അതിൻ്റെ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 7x+2 എന്ന് പറയുന്നത് 49(2x-3) സമമാണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കിക്കേ, 7x+2 49(2x-3) ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ടുപേരുടെയും ബേസ് സെയിം ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബേസ് എന്ത് ചെയ്യണം? സെയിം ആക്കണം. ബേസ് രണ്ടുപേരുടെയും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ 7 ആണ്, ഇവിടെ എനിക്ക് 7 ആക്കണം. എന്ത് ചെയ്താൽ മതി? 7ന്റെ വർഗമാണ് എന്ത്? 49. അപ്പൊ 7ന്റെ വർഗം 49 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 49 പകരം നമുക്ക് 7² എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പൊ ഇവിടെ 7x+2 ഉണ്ട്. ഇവിടെ 49 എന്തായിട്ട് മാറി? 7² ആയിട്ട് മാറി. കഴിഞ്ഞില്ല, പവർ 2x-3 പവറിന് ഒരു വ്യത്യാസവും ഇല്ല, അത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇനി 7x+2 = 7² × 2x-3 എന്ന് കിട്ടി. a⁴m × n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁴mn ആണ്. അപ്പൊ ബ്രാക്കറ്റ് വന്നാൽ പവറുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ഗുണിക്കാം. അപ്പൊ ഗുണിച്ചോ? 7 2 2 × 2 4. കഴിഞ്ഞാൽ ഒരു x അവിടെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. സോ 4x എന്ന് കിട്ടി. മൈനസ് 2 × 3 എത്രയാണ്? 6. അപ്പൊ നോക്കിക്കേ, ഇപ്പുറത്ത് 7x+2 എന്ന് കിട്ടി, ഇപ്പുറത്ത് 7⁴x-6 എന്ന് കിട്ടി. രണ്ടുപേരുടെ ബേസ് തുല്യമാണെങ്കിൽ അവരുടെ പവറുകളും തുല്യമായിരിക്കും. കൃത്യംഗങ്ങളിലെ നിയമമാണ് കേട്ടോ. രണ്ട് സംഖ്യകളുടെ ബേസ് സെയിം ആണ്. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7. രണ്ടുപേര് ഈക്വൽ ആണെങ്കിൽ പവറുകളും എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ x+2 എന്ന് പറയുന്നത് 4x-6 തുല്യമാണ്, ശരിയല്ലേ? ഈ എക്സിനെ അങ്ങോട്ട് വിടാമല്ലോ, ഈ -6നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. ഇവിടെ +2 ഉണ്ട്, ഈ -6 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? +6 ആവും കേട്ടോ. -6 ഇങ്ങോട്ട് വരുമ്പം +6 ആകും. ഇവിടെ ഒരു 4x ഇവിടെ കിടപ്പുണ്ട്. ഈ x അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഇവിടെ പ്ലസ് ആയിട്ട് കിടന്ന സാധനം അങ്ങോട്ട് പോയാൽ മൈനസ് ആകും. -x എന്ന് കിട്ടി. അപ്പൊ 4ൽ നിന്ന് 1 കുറച്ചാൽ 3 3x എന്ന് കിട്ടി. സോ 4xൽ നിന്ന് 1x പോയി, 3x അല്ലേ ബാക്കിയുള്ളൂ. ഇവിടെയോ 6ഉം 2ഉം എത്രയാണ്? 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാ? ഈ 3നെ താഴോട്ട് വിട്ടാ പോരെ. അപ്പൊ ഈ 3 താഴോട്ട് പോയാൽ എന്ത് കിട്ടി? 8/3 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 8/3. ഇത്രയും സ്റ്റെപ്പിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചോദ്യം കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണ്? ഇവിടെ 7 ആണ്, ഇവിടെ 7 ആക്കണമെങ്കിൽ 7² എന്ന് വരും. ഡയറക്റ്റ് അത് വെച്ചങ്ങ് ചെയ്താലും മതി. അപ്പൊ x+2 = 2 × 2x-3. അതിനെ സോൾവ് ചെയ്താലും നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 8/3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എക്സും വൈയും രണ്ട് സംഖ്യകളാണ്, അവരെ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഇനി ഉൽപ്പന്നം 15, ഗുണനഫലം എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നതാണ് ഉൽപ്പന്നം. അപ്പൊ x × y എത്രയാണ്? ഉൽപ്പന്നം എന്ന് പറയുന്നത് നമുക്ക് 15 ആണ് തന്നിട്ടുണ്ട്, ഞാൻ എഴുതി 15. ഇനി അവയുടെ പരസ്പര സംഖ്യകളുടെ തുക, പരസ്പര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അവരുടെ റെസിപ്രോക്കലിന്റെ തുക എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റുക? നോക്കിക്കേ, x+y 8 ആണ്, എക്സും വൈയും കൂടെ 15 എന്ന് കിട്ടണം. ഇത് സോൾവ് ചെയ്തൊന്നും ചെയ്യാൻ നിൽക്കില്ല, അല്ലാതെ തന്നെ ആലോചിച്ച് നമുക്ക് ആൻസർ കിട്ടും. രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ 15 കിട്ടണം. ഏതൊക്കെ സംഖ്യകളെ ഗുണിച്ചാലാ 15 കിട്ടുക?
5 ഗുണം 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. 3 ഗുണം 5 അല്ലെങ്കിൽ 5 ഗുണം 3 ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ 15 കിട്ടാൻ. ഇനി 5 3 കൂടെ കൂട്ടിയാൽ നമുക്ക് 8 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കാണുമ്പോഴേ എന്ത് മനസ്സിലായി? ഒരെണ്ണം എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 5 3 ഏതെടുത്താലും കുഴപ്പമില്ല, ഇവിടെ കൂട്ടാനാ പറഞ്ഞേക്കുന്നേ. ഇനി അപ്പൊ എക്സിനെ ഞാൻ 5 എന്ന് എടുത്തു, വൈയെ ഞാൻ 3 എന്ന് എടുത്തു. അപ്പൊ നോക്കിക്കേ, 5 3 കൂടെ കൂട്ടിയാൽ 8, 5 3 കൂടെ ഗുണിച്ചാൽ 15. അങ്ങനെയാണെങ്കിൽ 1/x + 1/y ചെയ്തൂടെ? 1/5 + 1/3 ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 3 ഗുണം 1 3 പ്ലസ് 5 ഗുണം 1 5 ഡിവൈഡഡ് ബൈ 5 ഗുണം 3 15. ആൻസർ എത്ര വന്നു? 5 3 8. 8/15 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? അല്ലാതെ നമുക്കിത് സോൾവ് ചെയ്യാം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 18 - y എന്ന് എടുക്കാം. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരുപാട് സമയം എടുക്കും. അപ്പം ഇതുപോലെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് ഉണ്ടാകുന്ന പോസിബിലിറ്റീസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെ രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ 15 കിട്ടാം? അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുള്ള രീതിയിലുള്ള എളുപ്പമുള്ള ചോദ്യമൊക്കെ PS പൊതുവേ തരാറുള്ളൂ. അപ്പം നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ എന്ത് കിട്ടും? ആൻസർ കിട്ടി 8/15. അടുത്ത ചോദ്യം. പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? രണ്ട് പോസിറ്റീവ് സംഖ്യകളാണ്, രണ്ടുപേരുടെയും അനുപാതം നമുക്ക് തന്നിട്ടുണ്ട് 5:6. ഒന്നാമത്തെ ആളെ 5x എന്നും രണ്ടാമത്തെ ആളെ 6x എന്നും നമുക്ക് വിളിക്കാം. അവരുടെ ഉൽപ്പന്നം 480 ആണ്. അതായത് രണ്ടുപേരെയും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടണം? 480 എന്ന് കിട്ടണം. ഫൈൻ. അപ്പൊ 5x × 6x എന്ന് പറഞ്ഞാൽ 480 ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യാം? രണ്ടും കൂടെ ഗുണിച്ചു 6 5 30. 30x² എന്ന് പറയുന്നത് 480 തുല്യമാണ്. ഈ 0 അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഇനി 48നെ 3 ഹരിക്കുക. 48/3. അങ്ങോട്ട് പോവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഹരിക്കുന്നത്. വെട്ടാലോ? എത്ര വരും? 3 ഗുണം 1 3 പോയിട്ട് ശിഷ്ടം 1 1 8 18. 6 ഗുണം 3 18 16 എന്ന് കിട്ടി. x² 16 ആണെങ്കിൽ എക്സിന്റെ വില എത്രയാ? ഏത് സംഖ്യയുടെ വർഗമാണ് 16? 4ന്റെ അല്ലേ? എക്സിന്റെ വില നമുക്ക് 4 എന്ന് കിട്ടി. x² 16 എന്ന് കിട്ടിയാൽ എക്സിന്റെ വില കാണാൻ അതിന്റെ വർഗമൂലം എടുത്താൽ മതി കേട്ടോ. 16ന്റെ വർഗമൂലം എത്രയാ? 4. എക്സിന്റെ വില നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. തമ്മിൽ വലിയ സംഖ്യ ഏത് എന്നാ ചോദിച്ചേക്കുന്നേ? 5ലും 6ലും വലുത് ഏതാ? 6 ആണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 6x ആണ് കണ്ടുപിടിക്കണ്ടേ. എക്സിന്റെ വില 4. 6 ഗുണം 4 എത്രയാ? 24. അടുത്ത ചോദ്യം. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4 ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 4 ഒറ്റ സംഖ്യകൾ ഏതൊക്കെ വരും? എക്സ് വരാം, x+2 വരും, അടുത്തത് x+4 വരും, അടുത്ത x+6 വരും. 4 പേരെയും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നേ? 976 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എക്സിന്റെ വിലയാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യത്യാസം 2 ആയിരിക്കും അല്ലെ? 1 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 3, 3ന്റെ കൂടെ 2 കൂട്ടിയാൽ 5, 5ന്റെ കൂടെ 2 കൂട്ടിയാൽ 7, അങ്ങനെയാ പോവുക. അപ്പൊ 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 3, 1ന്റെ കൂടെ 4 കൂട്ടിയാൽ 5, 1ന്റെ കൂടെ 6 കൂട്ടിയാൽ 7. കണ്ടോ? ഇപ്പൊ ഇരട്ട സംഖ്യ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ x, x+2, x+4, x+6 അങ്ങനെ എഴുതണം. ഒറ്റ സംഖ്യ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതണേ. x, x+2, x+4 അതേ രീതിക്ക് തന്നെയായിരിക്കും പോവുക. ഇനി ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടിയാൽ മതി, ആൻസർ കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 976 ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 1 2 3 4 എത്ര x ഉണ്ട്? 4x ഉണ്ട്. പ്ലസ് 6 4 10, 10 2 12. 4x + 12 976 ആണെങ്കിൽ ഈ 12നെ അങ്ങോട്ട് വിടാലോ. പ്ലസ് 12 അപ്പുറത്ത് പോകുമ്പം -12. അപ്പൊ 4x എന്ന് പറഞ്ഞാൽ 976 - 12 ചെയ്യാം. 6ന്ന് 2 പോയാൽ 4, 7ന്ന് 1 പോയാൽ 6, 964 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വില കാണാൻ ഈ 4നെ താഴോട്ട് വിടാലോ, രണ്ടും കൂടെ ഹരിച്ചാൽ മതി, ആൻസർ കിട്ടും. 9 ഗുണം 4 ഗുണം 1 4, 4 ഗുണം 2 8 പോയിട്ട് ശിഷ്ടം 1 16, 4 ഗുണം 4 16, പിന്നെ 4 ഗുണം 1 4. എക്സിന്റെ വില എത്രയാ? 241.
കണ്ടോ? അപ്പം ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണേ? ഇതിന് തന്നെ വേറൊരു പാറ്റേൺ ഉള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ശരാശരി തരും. ശരാശരി തന്നിട്ട് നമ്മളോട് എക്സിന്റെ വില കാണാൻ ചോദിക്കാറുണ്ട്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ ഡയറക്റ്റ് കൂട്ടിയിട്ട് ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? നോക്കിക്കേ, എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കുവേ. ഇനി എയും സിയും കൂടെ ചേർന്ന് 8 ദിവസം എടുക്കും. പിന്നെ ബിയും സിയും കൂടെ ചേർന്ന് 6 ദിവസം എടുക്കും. ഇത്രയും ദിവസങ്ങളാണ് എടുക്കുന്നത്. നമുക്ക് ചോദ്യത്തിൽ എന്ത് ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവരുടെ എല്ലാം എഫിഷ്യൻസി കണ്ടുപിടിക്കണം, കാര്യക്ഷമത കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കാണണമെങ്കിൽ ടോട്ടൽ വർക്ക് അറിയണം. അപ്പൊ എല്ലാവരുടെയും ദിവസങ്ങളെ എടുത്ത് എന്ത് ചെയ്താൽ മതി? ലസാഗു കണ്ടാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ചെയ്യാലോ? അപ്പൊ നോക്കിക്കേ, 12, 8, 6 ലസാഗു കാണാലോ. 2 വെച്ച് ചെയ്തു 6, 4നെ 2 ഹരിച്ചാൽ 8നെ 2 ഹരിച്ചാൽ 4, 6നെ 2 ഹരിച്ചാൽ 3. ഇനി 3 വെച്ച് ചെയ്യാം. 3 ഗുണം 2 6, 4നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറക്കി എഴുതുക. 3നെ 3 ഹരിച്ചാൽ 1 തന്നെ കിട്ടി. ഇനി 2 എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യാലോ. 2നെ 2 ഹരിച്ചാൽ 1, 4നെ 2 ഹരിച്ചാൽ 2, 1 കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് ഇറക്കി എഴുതുക. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? എല്ല് പോലെ ഗുണിക്കുക. 3 ഗുണം 2 6, 6 ഗുണം 2 12, 12 ഗുണം 2 24. അപ്പം നമ്മുടെ LCM എത്ര കിട്ടി? 24 എന്ന് കിട്ടി. LCM 24 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ടോട്ടൽ വർക്ക് 24 ആണ്. എത്രയാണോ ലസാഗു കിട്ടുന്നത് അതാണ് അവിടെ ചെയ്യാനുള്ള മൊത്തം ജോലിയായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ടോട്ടൽ വർക്ക് ഇവിടെ എത്ര വന്നു? 24 എന്ന് കിട്ടി. ഓക്കെ, ടോട്ടൽ വർക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എല്ലാവരുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. 24 എഫിഷ്യൻസി കാണാമല്ലോ. എഫിഷ്യൻസി കാണാൻ ടോട്ടൽ വർക്കിനെ ഓരോരുത്തരും എടുക്കുന്ന ദിവസവുമായിട്ട് ഹരിച്ചാൽ മതി. ഇപ്പം A + Bയുടെ എഫിഷ്യൻസി കിട്ടാൻ 24നെ 12 ഹരിക്കുക. 24നെ 12 ഹരിച്ചാൽ 2. 24/12 കേട്ടോ. ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി 24നെ 8 ഹരിച്ചാലോ? 8 ഗുണം 3 ആണ് 24. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. 6നെ 24 ഹരിച്ചാലോ? 6 ഗുണം 4 ആണ് 24. സോ 24നെ 6 ഹരിച്ചാൽ നമുക്ക് 4 എന്ന് കിട്ടി. അപ്പം നമ്മൾ A + Bയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു, A + Cയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു, B + Cയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ എല്ലാവരുടെയും എഫിഷ്യൻസി അങ്ങോട്ട് കൂട്ടാൻ പോവാണ്. അപ്പം 4 3 7 7 2 9 എന്ന് കിട്ടി. ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 9. ഇനി ഈ സൈഡിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? ഇവിടെ 2A ഉണ്ട്, 2A എന്ന് കിട്ടി. പ്ലസ് ഇവിടെ 2B ഉണ്ട്, 2B എന്ന് കിട്ടി. പ്ലസ് ഇവിടെ 2C ഉണ്ട്, 2C എന്ന് കിട്ടി. അപ്പം 2Aയും 2Bയും 2Cയും കൂടെ ചെയ്യുന്ന ടോട്ടൽ എഫിഷ്യൻസി അവർ 9 യൂണിറ്റ് വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി എനിക്ക് ഇവിടുന്ന് 2 കോമൺ എടുത്തൂടെ? അപ്പം ഞാൻ 2 എല്ലായിടത്തു നിന്നും കോമൺ എടുത്തു. അപ്പം A + B + C × 2 എന്ന് എനിക്ക് എഴുതാമല്ലോ. 2A ഉണ്ട്, 2B ഉണ്ട്, 2C ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി ഈ 2നെ അപ്പുറത്തേക്ക് വിടുവാണ്. അപ്പുറത്തേക്ക് വിടുമ്പം 9/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പം A + B + Cയുടെ എഫിഷ്യൻസി ദിവസങ്ങളെ കൂട്ടാൻ പാടില്ല കേട്ടോ. ദിവസങ്ങളെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലസാഗു എടുത്ത് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. ടോട്ടൽ വർക്കിനെ ദിവസവുമായിട്ട് ഹരിച്ചാൽ ഓരോരുത്തരുടെയും കാര്യക്ഷമത കിട്ടും. എയും ബിയും കൂടെ ചേർന്ന് 2 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യും. എയും സിയും കൂടെ ചേർന്ന് 3 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യും. ബിയും സിയും കൂടെ ചേർന്ന് 4 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യും. എയും ബിയും സിയും കൂടെ ചേർന്ന് 9/2 യൂണിറ്റ് ആണ് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസത്തെ വർക്ക് കിട്ടി ഇവരുടെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയുടെ വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ബിയുടെ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ A + B + Cക്കകത്തു നിന്നും A + C കുറച്ചാൽ പോരെ? മനസ്സിലായോ? ഇവിടെ A ഉണ്ട്, ഇവിടെ C ഉണ്ട്. അപ്പം -A + C ചെയ്ത് കഴിഞ്ഞാൽ ഈ Aയും Cയും പൊക്കോളും, ഈ Aയും Cയും പൊക്കോളും, B മാത്രം അവിടെ ബാക്കിയാകും. അപ്പം ഇവിടെ കിട്ടിയിട്ടുള്ള എഫിഷ്യൻസിയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? A + Cയുടെ എഫിഷ്യൻസി കുറയ്ക്കുക. A + Cയുടെ എഫിഷ്യൻസി ഇവിടെ എത്രയാ? 3 ആണ്. 3 കുറയ്ക്കാമല്ലോ. അപ്പം 3 ഗുണം 2 6. സോ 9 - 6/2 എന്ന് കിട്ടി.
3/2 ആണ് ബിയുടെ മാത്രം എഫിഷ്യൻസി. ഫൈൻ, നമ്മൾ ബിയുടെ മാത്രം എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇതുപോലെ വരുന്ന ചോദ്യം എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? കാണുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ആദ്യം നമ്മൾ എല്ലാവരുടെയും ഇൻഡിപെൻഡന്റ് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എല്ലാത്തിനെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഡബിൾ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ 2നെ അപ്പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് എയും ബിയും സിയും മാത്രം ചെയ്യുന്ന ജോലി കിട്ടും. അതിൽ നിന്നും ആരുടെയാണോ ചോദിച്ചേക്കുന്നത് അയാളെ അവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ മൈനസ് ചെയ്ത് കളയുക. ഇവിടെ ബി ചോദിച്ചു, ഇനി എയും സിയും അല്ലേ ബാക്കി വന്നേക്കുന്നേ, അപ്പോൾ A+C എടുത്ത് മൈനസ് ചെയ്യുക. ഇനി എയുടെ വർക്കായിരുന്നു കാണണ്ടെങ്കിലോ എനെ അവിടെ നിർത്തുക, B+C ബാക്കി വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു B+C എടുത്ത് മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ കിട്ടിയ വാല്യൂവിൽ നിന്നും A+Cയുടെ വാല്യൂ ഇവിടെ 3 കുറയ്ക്കാം. എത്രയാണോ പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ എഫിഷ്യൻസി ആ എഫിഷ്യൻസി എടുത്തിട്ടങ്ങ് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പം 3/2 എന്ന് കിട്ടി. ബിയുടെ എഫിഷ്യൻസി ആണ് 3/2. ഓക്കെ, ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം, ടോട്ടൽ വർക്ക് നമുക്കറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാം. അപ്പം നോക്കിക്കേ, ബിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. കാര്യക്ഷമത എത്രയാണ്? 3/2 ആണ്. ടോട്ടൽ വർക്ക് നമ്മൾ നേരത്തെ ലെസാഗു എടുത്തപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എത്ര കിട്ടി? 24 എന്ന് കിട്ടി. ടോട്ടൽ വർക്കിനെ എഫിഷ്യൻസിയുമായി ഹരിച്ചാൽ നമുക്ക് ദിവസങ്ങൾ കണ്ടുപിടിക്കാം. നമ്മൾ കുറച്ചു മുമ്പ് എന്താ ചെയ്തേ? ടോട്ടൽ വർക്കിനെ ദിവസവുമായിട്ട് ഹരിച്ചപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടി. എഫിഷ്യൻസി അറിയാം, ടോട്ടൽ വർക്ക് അറിയാമെങ്കിൽ ടോട്ടൽ വർക്കിനെ നമ്മുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ദിവസങ്ങൾ കിട്ടും. എത്ര ദിവസമാണ് ബി എടുക്കുന്നതെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ 24 ഇൻറ്റു ഈ 3/2നെ തിരിച്ചിടാലോ, 2/3. ഹരണം മാറ്റി ഗുണനമാക്കണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ നേരെ തിരിച്ചങ്ങോട്ട് എഴുതിയാൽ മതി. വെട്ടാലോ, 3 × 1 3, 3 × 8 24, 8 × 2 എത്രയാ? 16. 16 ദിവസമാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ടൈം കില്ലിംഗ് ആണ് കേട്ടോ. പക്ഷെ ആൻസർ എത്ര വന്നു? 16 ദിവസം എന്ന് കിട്ടി. ഇത് നമുക്ക് ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഒക്കെ ഇട്ട് ഒക്കെ വേണമെങ്കിലൊക്കെ സോൾവ് ഒക്കെ ചെയ്ത് വരാം. പക്ഷെ എപ്പോഴും നമ്മളതൊന്നും ഓർത്തിരിക്കണം എന്നില്ല. എഫിഷ്യൻസി വെച്ച് ചെയ്യുന്ന രീതിയാണ് പേഴ്സണലി എനിക്ക് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായി തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. തന്നിരിക്കുന്ന സംഖ്യകളൊക്കെ നോക്കിക്കുക, അത്യാവശ്യം വലിയ വലിയ സംഖ്യകളാണല്ലേ. അപ്പം എന്താണെങ്കിലും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6 കിട്ടി, ശരിയാണ്. 5 × 1 ചെയ്തു പ്ലസ് 1 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അടുത്തത് 6 × 2 12, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. 14 × 3, 14 × 3 എത്രയാ? 4 3 12, ശിഷ്ടം 1 3 1 3 1 4, 42. 42ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടി? 45 കിട്ടി. എപ്പോഴും വ്യത്യാസം നോക്കുക. വലിയ വലിയ വാല്യൂസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഗുണനം എന്താണെങ്കിലും അവിടെ വരണം. ഇപ്പോൾ ഗുണനം വരുന്നുണ്ടെങ്കിൽ പ്ലസും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല 6, നമുക്കറിയാം. എന്നാണേലും കൂട്ടാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം എന്താണേലും ഗുണനവും വരും പ്ലസും വരും എന്ന് അങ്ങനെ മനസ്സിലാക്കുക. ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഇപ്പം എത്രയായിരിക്കും? 45 × 4 ചെയ്യുക പ്ലസ് 4 ചെയ്യുക. 45 × 4 ആയി 4 20, ശിഷ്ടം 2, 4 4 16, 16 2 18. അപ്പം 180 എന്ന് കിട്ടി. പ്ലസ് 4 എത്രയാ? 184. നമ്മുടെ ആൻസർ എത്ര വന്നു? 184 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? d = 4t² - 3. രാവിലെ 9 മണിക്ക് കാറ് സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM 9:03 AM ഇടയിൽ കാറ് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, 9:02 AM അതുപോലെ തന്നെ 9:03 AM കാറ് സഞ്ചരിച്ച സമയം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 9ൽ നിന്നും 9:02 ആവാൻ എത്ര സെക്കൻഡ് എടുക്കും? 2 സെക്കൻഡ് എടുക്കും. 9ൽ നിന്ന് 9:03 ആവാൻ എത്ര സെക്കൻഡ് എടുക്കും? 3 സെക്കൻഡ് എടുക്കും. അപ്പം നമ്മൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടിയുടെ സ്ഥാനത്ത് 2 എന്ന് ഇട്ട് കൊടുക്കുക, ടിയുടെ സ്ഥാനത്ത് 3 എന്ന് ഇട്ട് കൊടുക്കുക. കിട്ടുന്ന 2 വാല്യൂ തമ്മിലൊക്കെ കുറച്ചാൽ മതി, ആൻസർ കിട്ടും. നോക്കിയാലോ. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം.
4 ഇൻറ്റു 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്തു. 9 മണി മുതൽ 9:02 വരെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 0.2 ആണ്. 0.2 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. അപ്പോൾ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടീയുടെ വാല്യൂ എത്ര വരും? 2. 2ന്റെ വർഗം -3. സോ 4 ഇൻറ്റു 2 ഗുണം 2 4 -3 16. 16ൽ നിന്ന് 3 കുറച്ചാൽ എത്ര വരും? 16ൽ നിന്ന് 3 കുറച്ചാൽ 13 മീറ്റർ ആണ് നമ്മൾ ഡി എന്നുള്ളത് കിട്ടി. അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. 4 ഇൻറ്റു ടിയുടെ വാല്യൂ എന്തിടണം? 9:03 ആണ് നമ്മുടെ സമയം. അപ്പോൾ 9-ന് തുടങ്ങിയിട്ട് 3 സെക്കൻഡ് കാറ് സഞ്ചരിച്ചു. അപ്പം ടിയുടെ വാല്യൂ 3. 3ന്റെ വർഗം എടുത്തു -3. ഇനി 4 ഗുണം 3ന്റെ വർഗം എത്രയാ? 9 -3 9 × 4 36. 36ൽ നിന്ന് 3 പോയാൽ 33. 33 മീറ്ററും 13 മീറ്ററും രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ നമുക്ക് ആ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയല്ലേ? ഇപ്പൊ നോക്കിയേ, 9 മണിക്ക് തുടങ്ങി 9:02 വരെ, അതായത് 2 സെക്കൻഡ് ആയപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഇനി 3 സെക്കൻഡ് ആയപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ നമുക്ക് ഇടയ്ക്കുള്ള ദൂരം എത്രയാണ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 33ൽ നിന്നും 13 കുറയ്ക്കുക. 33ൽ നിന്ന് 13 കുറച്ചാൽ ഉത്തരം എത്ര വരും? 20 മീറ്റർ എന്ന് വരും. കണ്ടോ, നമ്മുടെ ആൻസർ എത്രയാണ്? 20 മീറ്റർ ആണ്. ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. SSCയുടെ പാറ്റേണിലുള്ളൊരു ചോദ്യം കൂടിയാണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. വരുന്ന പരീക്ഷകളിൽ ഈ രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നതാണ്, നമ്മുടെ ഒരു വൃത്തമുണ്ട്, അതിന്റെ സെന്റർ നമുക്ക് തന്നിട്ടുണ്ട് O ആണ്. പടം തരാത്തൊരു ചോദ്യമാണ്. അത് കുട്ടികളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കോട്ടെ. കാരണം എങ്ങനെയൊക്കെ വരച്ച് ഒപ്പിക്കണം എന്നൊക്കെ അവർക്ക് ചെറിയൊരു നെർവസ്നെസ് ഒക്കെ വരാം. അപ്പൊ എന്നിരുന്നാലും നോക്കിക്കോ, സെന്റർ O ആണ്. PQ എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്, വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ P യും Q നമ്മൾ മാർക്ക് ചെയ്തു. Qൽ നിന്നൊരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ടാൻജന്റ് വരയ്ക്കുന്ന പോയിന്റ് എപ്പോഴും 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ 90 ഡിഗ്രി ആണ് നമുക്ക് ഓൾറെഡി എന്താണ് ഇൻഡയറക്ട്ലി ഒരു ചോദ്യത്തിൽ തന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നേരെ മുകളിലോട്ട് നമ്മൾ ആ ടാൻജന്റ് വരച്ചു വിട്ടു. സർക്കിളിൽ R എന്നൊരു പോയിന്റ് വരയ്ക്കുക. ക്യൂവിൽ നിന്നും ആറിൽ കൂടി കടന്നു പോകുന്ന ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 2 വരകളും S എന്ന് പറഞ്ഞൊരു പോയിന്റിൽ പോയി കൂട്ടിമുട്ടുന്നു. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ക്ലിയർ ആയല്ലോ? ക്യൂവിൽ നിന്നും ഞാൻ നേരെ S വരച്ചു. നമ്മുടെ സർക്കിളിൽ മുട്ടുന്ന പോയിന്റ് ആണ് R എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആംഗിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. PSQ എന്ന് പറയുന്നത് 48 ഡിഗ്രി ആണ്. ആംഗിൾ P നമുക്കറിയാം 90 ഡിഗ്രി ആണ്. ടാൻജന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ Q എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈസി ആയ ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം എങ്ങനെ ചെയ്യാം? ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ മാക്സിമം ആംഗിൾ എപ്പോഴും എത്രയാ? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് 48 ഡിഗ്രി പ്ലസ് ആംഗിൾ Q എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Qവിന്റെ വാല്യൂ എത്രയാ? 180 മൈനസ് രണ്ടും കൂടെ കൂട്ടാലോ 8. 90 48 കൂട്ടിയാൽ എത്രയാ? 90 10 100, ബാക്കി ഒരു 38 കൂടി ഉണ്ട്, 138. അപ്പൊ 138 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് പോകുന്നു. 180 138 കുറച്ചാൽ മതി. അപ്പൊ 10 8 പോയാൽ 2, 7 3 പോയാൽ 4. നമ്മുടെ ഉത്തരം എത്ര വന്നു? 42 ഡിഗ്രി എന്ന് കിട്ടി. കണ്ടോ, 42 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്ന കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യാലോ, നോക്കിക്കേ. ഡീനെ C ആക്കാൻ -1 ചെയ്താൽ മതി. CD HI RS BC HI OP. കണ്ടോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? നേരെ മേളിൽ കിടക്കുന്ന ആളിൽ നിന്നും -1 ചെയ്താൽ നമുക്ക് താഴത്തെ ആൽഫബറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇയിൽ നിന്നും -1 ചെയ്താൽ എന്ത് കിട്ടും? D എന്ന് കിട്ടും. ഡിയിൽ നിന്നും -1 ചെയ്താൽ എന്ത് കിട്ടും? C എന്ന് കിട്ടും. യു എന്ന് -1 ചെയ്താൽ എന്താ കിട്ടിയ? യു എന്നല്ലേ വരിക. അപ്പം -1 ചെയ്താൽ T എന്ന് കിട്ടി. സിയിൽ നിന്നും -1 ചെയ്താൽ B എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ മതി. നോക്കിക്കേ, ഓപ്ഷനകത്ത് DCTB എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് വരിക. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും വരുന്നുണ്ട്. അടുത്തതും കൂടെ കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. അടുത്ത എയിൽ നിന്നും -1 ചെയ്താൽ എന്ത് കിട്ടും? Z എന്നാണ് കിട്ടുക. എയുടെ തൊട്ട് പുറകെ കിടക്കുന്ന ആള് Z ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ C ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ C. അടുത്ത ചോദ്യം. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിതേ ആബേലിനെ വരച്ചു. ആബേലിന് എന്തുണ്ട്?
ഒരു സഹോദരനുണ്ട്, സഹോദരൻ, അച്ഛൻ, അമ്മാവൻ എന്നൊക്കെ പറയുന്ന മെയിൽ ക്യാരക്ടേഴ്സിനെല്ലാം നമ്മൾ സ്ക്വയർ ആണ് വരയ്ക്കുക. സഹോദരനായതുകൊണ്ട് ഒരു ലൈൻ ഇട്ടാൽ മതി. സഹോദരങ്ങളെ കാണിക്കാൻ നമ്മൾ ഒരു വര വരയ്ക്കും. ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിന്റെ മകനാണ് ആബേൽ. അപ്പൊ എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? ഡെന്നിസ് എന്ന് ഇവരുടെ രണ്ടുപേരുടെയും നടുക്കായിട്ട് എഴുതാം. കാരണം എന്താ, ഇവര് സഹോദരങ്ങളാണെങ്കിൽ ഡെന്നിസിന് 2 മക്കളുണ്ട്, ആബേലും ടോമും. നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഡെന്നിസിന്റെ മകനാണ് ആബേൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആബേലും ആരാണ്? ആൺകുട്ടിയാണോ? നമുക്ക് മനസ്സിലായി. ഡെന്നിസ് ആണാണോ പെണ്ണാണോ എന്ന് ചോദ്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും സ്ക്വയർ ഒന്നും വരച്ചു കൊടുക്കരുത് കേട്ടോ. പേര് വെച്ച് വരയ്ക്കാൻ ശ്രമിക്കരുത്. അടുത്ത നോക്കിക്കേ, ഡെന്നിസിന്റെ പിതാവാണ് ഡാനി. അപ്പൊ ഡെന്നിസിന്റെ അച്ഛനാണ് ആര്? ഡാനി. അപ്പൊ നമ്മൾ ഇതേ ഡാനിനെ വരച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധത്തിന്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ടോം ഡാനിയുടെ ആരായിട്ട് വരും? ഡാനിയുടെ കൊച്ചുമകനാണ് ടോം കേട്ടോ. ഗ്രാൻഡ്സൺ, കൊച്ചുമകനാണ് ടോം. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി, പേരക്കുട്ടി. കൊച്ചുമകൻ, പേരക്കുട്ടി, ഗ്രാൻഡ്സൺ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഇവിടെ? ഓപ്ഷൻ ബി, പേരക്കുട്ടി. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിന്റെ സൂചി 4:50 ഏത് കോണിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? 4:50 നമ്മുടെ സമയം. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ആംഗിൾ is equal to 30h minus 11/2m. 30 ഗുണം അവർ ഇവിടെ എത്രയാ? 4 ഇട്ട് കൊടുത്തു. മൈനസ് 11/2 ഗുണം m ഇവിടെ എത്രയാണ്? 50 ആണ്. 50 എന്ന് എഴുതാം. ഇനി വെട്ടിക്കോ, 25 എന്ന് കിട്ടി. 4 3 12, 120 മൈനസ് 25 ഗുണം 11 എത്രയാ? 5 എഴുതുക. രണ്ടും കൂടെ കൂട്ടിക്കോ, 5ഉം 2ഉം 7. ഫ്രണ്ടിൽ കിടക്കുന്ന 2നെ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതുക. ഇനി 275 നിന്നും 120 കുറയ്ക്കാൻ എന്ത് വരും? 5. 7 2 പോയാൽ എത്രയാ വരിക? 5. ഇനി 2 1 പോയാൽ 1. 155 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ. എപ്പോഴും മോഡുലസ് എടുക്കണം കേട്ടോ. മൈനസ് വന്നാലും ആൻസർ പോസിറ്റീവ് ആക്കി വേണം എടുക്കാൻ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 155 ഡിഗ്രി എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 2:11 ആണെങ്കിൽ 3:, എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ? അപ്പൊ നോക്കിക്കേ, 2:11, 3:, എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് നോക്കിക്കേ. 30, 45, 33, 31. ഇതിനകത്ത് 2ഉം 11ഉം ആയിട്ടുള്ള ബന്ധം എന്താ? 2നെ നമുക്ക് 11ഉമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല അല്ലെ? 2ന്റെ ഫാക്ടർ അല്ല 11. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കിക്കേ. 30നെ നമുക്ക് 3ഉമായിട്ട് വളരെ എളുപ്പത്തിൽ ഹരിക്കാം. 45 നമുക്ക് 3ഉമായിട്ട് ഹരിക്കാം, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 33നെ നമുക്ക് 3ഉമായിട്ട് ഹരിക്കാം, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 31നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് 3ഉമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കാം, 2ഉം 11ഉം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. 3ഉം 31ഉം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. വേറെ ഒന്നും തന്നെ ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, 31. അടുത്ത ചോദ്യം, ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18ാമത്തെ ദിവസം ഏത് ദിവസമായിരിക്കും? നമ്മുടെ കലണ്ടറിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം 7ന്റെ മൾട്ടിപ്പിളുകളെല്ലാം ഒരു ദിവസമായിരിക്കും അല്ലെ? 7ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 7, 14, 21, 28. ഇതെല്ലാം ഒരു ദിവസമായിരിക്കും. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുൻപാണ്. അപ്പൊ ദേ 6ാം ദിവസം വ്യാഴത്തിനേക്കാൾ 2 ദിവസം മുൻപ് ഏതായിരിക്കും? ചൊവ്വയായിരിക്കും അല്ലെ? ബുധൻ വ്യാഴം, വ്യാഴത്തിനേക്കാൾ 2 ദിവസം മുമ്പ് ചൊവ്വ. അപ്പൊ നമ്മുടെ 6ാം തീയതി ഏത് ദിവസമാണ്? ചൊവ്വാഴ്ചയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 18ാം തീയതി ഏത് ദിവസമായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നേ? 18ാം തീയതി ഏത് ഡേറ്റ് ആണോ തരുന്നത് അതിൻ്റെ കൂടെ 7 കൂട്ടുകയോ 7 കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് അതിൻ്റെ മുന്നിലത്തെയും താഴത്തെയും ദിവസങ്ങൾ കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് 6ാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ 7ാം തീയതി ഏത് ദിവസമായിരിക്കും? ബുധനായിരിക്കും. 14ാം തീയതി ഏത് ദിവസമായിരിക്കും? ബുധനായിരിക്കും. ശരിയല്ലേ? 15, 16, 17, 18. 18ാം തീയതി ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 14 ബുധനാണെങ്കിൽ 15 വ്യാഴം, വെള്ളി, ശനി, ഞായർ. കണ്ടോ? 18ാം തീയതി ഏത് ദിവസം? ഞായറാഴ്ചയായിരിക്കും. ഫൈൻ.
അതല്ലെങ്കിൽ -7 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. 11-ാം തീയതി ഏത് ദിവസം വരുമെന്ന് എണ്ണി നോക്കിയാലും അത് ഇതേ ആൻസർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 7ന്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതാൻ കുറച്ചും കൂടെ ഈസിയാണ്, നമുക്കറിയാം. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്ത് ആൻസർ എഴുതുന്ന കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ആൻസർ ഏതാണ്? ഞായർ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾസ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ച ഒരു വൃത്തികെട്ട ചോദ്യമായിരുന്നു കേട്ടോ. എപ്പോഴും ഈ ട്രയാങ്കിളുകൾ എണ്ണുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സമയം കില്ല് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം, എത്ര ട്രയാങ്കിളുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. എണ്ണി നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടെന്ന്. ആദ്യം നമുക്ക് ചെറുത് എത്ര എണ്ണമെന്നുണ്ടെന്ന് നോക്കാവേ. 1, 2, 3, 4, 5. പകത്തെണ്ണം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ 5 അങ്ങോട്ട് എഴുതി. നോക്കിക്കേ, ഒരു വലിയ ട്രയാങ്കിൾ, ഫുൾ ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ +1 എന്ന് എഴുതി. ഇനി നേരെ നടുക്കുന്ന് മുറിക്കുമ്പോൾ 2 കഷ്ണങ്ങളാക്കിയല്ലേ മുറിക്കുന്നത്. അപ്പൊ +2 എന്ന് എഴുതി. 5ഉം 2ഉം 7ഉം 1 8 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നില്ലേ? ഇവിടെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കഷ്ണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുന്നില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും 2 കഷ്ണങ്ങളും കൂടെ കിട്ടി. അപ്പൊ എത്രയായി? 2 2 4, 5 4 9 1 10. 10 ട്രയാങ്കിളിന്റെ കാര്യത്തിൽ തീരുമാനമായേ. ഇനി എവിടെയെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. ദേ ഈ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടോ? ഈ ഒരു ലൈൻ കടന്നു പോകുമ്പം ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ മൊത്തം എത്ര എണ്ണമായി? 12 എണ്ണമായി. 5 1 6, 6 4 10, 10ഉം 2ഉം 12. കണ്ടോ? ഇവിടെ ആൻസർ എത്രയാണ്? 12. അടുത്ത ക്വസ്റ്റ്യൻ, ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. ദീപക് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 കിലോമീറ്റർ എങ്ങോട്ട് നടന്നു? കിഴക്കോട്ട് നടന്നു. അവിടെ നിന്നും 5 കിലോമീറ്റർ എങ്ങോട്ട് നടന്നു? തെക്കോട്ട് നടന്നു. വീണ്ടും കിഴക്കോട്ട് 2 കിലോമീറ്റർ. കിഴക്കോട്ട് എത്ര ദൂരം പോയി? 2 കിലോമീറ്റർ പോയി. അതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. വടക്കോട്ട് 9, ഇവിടെ വരെ എത്തുമ്പോൾ 5 ആയി. വീണ്ടും എന്ത് ചെയ്തു? ഒരു 4 മീറ്ററും കൂടെ മുകളിലോട്ട് നടന്നു. ആരംഭ പോയിന്റിൽ നിന്നും എത്ര ദൂരത്താണ് നിൽക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. തുടങ്ങിയ പോയിന്റ് ഇത് ഇവിടെയാ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഈ ലൈൻ നമുക്കൊന്ന് കൂട്ടി വരയ്ക്കാലോ. ഇത് 2 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 2 ആയിരിക്കും. ഈ ദൂരം സെയിം അല്ലേ? അപ്പൊ ഇത് 2ഉം ഇത് 1ഉം. 2 1 എത്രയാ? 3. അപ്പൊ താഴത്തെ നീളം എത്രയാണ്? 3 കിലോമീറ്റർ. മുകളിലത്തെ നീളം എത്രയാണ്? 4 കിലോമീറ്റർ. നമ്മൾ പഠിച്ചതാണ് ഒരു ട്രയാങ്കിളിൻ്റെ, ഇത് മട്ടത്രികോണമായിരിക്കും കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശം 3ഉം മറ്റേ വശം 4ഉം ആണെങ്കിൽ അതിൻ്റെ കർണം, ഏറ്റവും നീളം കൂടിയ വശം എത്രയായിരിക്കും? 5 ആയിരിക്കും. 3 4 5. നമ്മൾ ട്രിപ്ലെറ്റുകളെ പറ്റിയൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ ഘോരം പ്രസംഗിച്ചതാണ്. അതല്ലാതെ ഹൈപ്പോടെന്യൂസ് റൂൾ അനുസരിച്ച് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ വാല്യൂ ഒക്കെ കണ്ടതൊന്നും ചെയ്യാൻ നിൽക്കരുത്. നേരെ ആൻസർ അങ്ങ് എഴുതിക്കോണം. ഒരു വശം 3ഉം മറ്റേ വശം 4ഉം ആണെങ്കിൽ മൂന്നാമത്തെ വശം 5 ആവത്തുള്ളൂ. നമ്മുടെ ആൻസർ എത്ര വന്നു? 5 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി 2 അറ്റത്ത് നിന്നും 17ാമത്തെ സ്ഥാനത്താണെങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഒരറ്റത്ത് നിന്നും 17, ഒന്നാമത്തെ സ്ഥാനവും രണ്ടാമത്തെ സ്ഥാനവും കൂടെ കൂട്ടുക, -1 ചെയ്യുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പൊ 17 34, 34 1 കുറച്ചാൽ 33. ആകെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 33 കുട്ടികളാണ് ആ വരിയിലുള്ളത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കാട് മൃഗശാല അങ്ങനെയാണെങ്കിൽ കടൽ എന്നുള്ളത് എന്തിന് സമമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, കാട്ടിലുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിടുന്ന സ്ഥലമാണ് മൃഗശാല. കടലിലുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിടുന്ന സ്ഥലം ഏതാണ്? അക്വേറിയം ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, 5 10 26 50 അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 5 10 26 50 -170. നോക്കിക്കേ, ഇതിന് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. 5ന്റെ കൂടെ 5 കൂട്ടിയാൽ 10, 10ന്റെ കൂടെ 16 കൂട്ടിയാലാണ് 26 കിട്ടുക. 26ന്റെ കൂടെ വീണ്ടും നമ്മൾ എന്താണ് അതിൻ്റെ ഏകദേശം അടുത്ത് ഡബിൾ വരുന്ന ഒരു വാല്യൂ കൂട്ടിയാലേ ഉള്ളൂ 50 കിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഡിഫറൻസ് എടുത്ത് ചെയ്യുന്ന ഒരു നമ്പേഴ്സ് ഒരു സീരീസ് അല്ല ഇത്. അപ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 5ൽ നിന്ന് 1 കുറച്ചാൽ 4, 10ൽ നിന്ന് 1 കുറച്ചാൽ 9, 26ൽ നിന്ന് 1 കുറച്ചാൽ 25, 50ൽ നിന്ന് 1 കുറച്ചാൽ 49. കണ്ടോ, ഇതെല്ലാം വർഗങ്ങളാണ്. 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 5ന്റെ വർഗം 25, 7ന്റെ വർഗം
49. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏത് വരണം? ഇവിടെ 2, 3, 5, 7 എന്നാണ് വന്നേക്കുന്നത്. അത് കാണുമ്പോഴേ മനസ്സിൽ വരണം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. 2, 3, 5, 7 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സാ. ഈ 2 വന്നില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞങ്ങ് എടുക്കായിരുന്നു. പക്ഷെ ഇതെന്താണ്? അഭാജ്യ സംഖ്യകളാണ്. ഇപ്പൊ 2, 3, 5, 7 അടുത്ത സംഖ്യ ഏതായിരിക്കണം? 11 ആയിരിക്കണം. 9 അല്ല, 11. 11ന്റെ വർഗം എത്രയാ? 121. 121ന്റെ കൂടെ 1 കൂട്ടണം. ഇവിടെ പ്ലസ് ചെയ്തല്ലേ എഴുതിയേക്കുന്നേ. 1 കൂട്ടിയാൽ 122. നമ്മുടെ ആൻസർ എത്ര വന്നു? 122 എന്ന് വന്നു. ഫൈൻ. അടുത്ത ചോദ്യം, 237ന്റെ കൂടെ ഏത് സംഖ്യ ഹരിച്ചാൽ 2, 3, 7, 0, 0 കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കുറേ നമ്പേഴ്സൊക്കെ താഴെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 237ന്റെ കൂടെ 100 ഗുണിച്ചാൽ എന്ത് കിട്ടും? 237 ഇൻറ്റു 100 ആണ് 2, 3, 7, 0, 0. അപ്പൊ ഗുണനത്തിനെ ഹരണമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുണനത്തിനെ ഹരണമാക്കണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ 1/100 എന്ന് നമുക്ക് എഴുതാം. ഇൻറ്റു മാറ്റി ഹരണമാക്കണമെങ്കിൽ 1/100. 1/100 എന്ന് പറഞ്ഞാൽ എന്താ? 237 ഡിവൈഡഡ് ബൈ താഴെ 2 0 വന്നാൽ 2 സംഖ്യ വിട്ടിട്ട് കുത്തിടണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? 2 സംഖ്യ വിട്ടിട്ട് കുത്തിടണം. അപ്പൊ 0.01 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? അപ്പൊ ഇങ്ങനെ ചിന്തിക്കുക. ഗുണിക്കുമ്പോൾ ഏത് സംഖ്യ ഗുണിച്ചാൽ ഈ ഉത്തരം കിട്ടും. ഗുണനം മാറ്റി ഹരണമാക്കുക. അപ്പൊ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുത്ത് എഴുതുക. റെസിപ്രോക്കൽ കിട്ടിയാൽ അതിനെ പോയിന്റിലേക്ക് ആക്കാൻ നമുക്കറിയാം. താഴെ 2 0, അപ്പൊ 1 കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് ഒരു 0യും കൂടെ ഇട്ടിട്ട് ഒരു കുത്തിടുക. താഴെ 3 0 വന്നാൽ 3 സംഖ്യ വിട്ട് കുത്തിടുക. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 0.01. അടുത്ത ചോദ്യം, അടുത്തത് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടി നോക്കുക. 9 9ന്റെ ഗുണിതമോ ആണ് കിട്ടുന്നതെങ്കിൽ 9ഉമായിട്ട് ഹരിക്കാം. അതാണ് നമ്മുടെ നിയമം. 1 4 7 5 4 1 5 5 5 10 10 7 17. 17 എന്ന് പറയുന്ന 9ന്റെ പട്ടികയിൽ വരുമോ? ഇല്ല. അതുകൊണ്ട് ഇതല്ല നമ്മുടെ ഉത്തരം. ഇനി 3 4 7 7 7 14 14 1 15. 9ന്റെ പട്ടികയിൽ വരുമോ? ഇല്ല. അതുകൊണ്ട് അതും പറ്റില്ല. 5 4 9 9 1 10 10 8 18. 18 എന്ന് പറയുന്നത് 9ന്റെ പട്ടികയിൽ വരും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം. കണ്ടോ? അപ്പൊ 3ന്റെ ഗുണിതം ചോദിച്ചാലും 9ന്റെ ഗുണിതം ചോദിച്ചാലും ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്പേഴ്സ് എല്ലാം ഒന്ന് കൂട്ടി നോക്കുക. അതിന്റെ പട്ടികയിൽ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഹരിക്കാം. അതാണ് നമ്മുടെ നിയമം. ഓക്കെ. അപ്പൊ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യുന്ന രീതിയൊക്കെ സിമ്പിൾ ആയിരുന്നു. കുട്ടികൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കുറച്ച് താമസിച്ചു പോയതിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പുറകെ നമ്മൾ ചെയ്യാനിടെ വിട്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഉടനെ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ.